ഹായ് ഓൾ വെൽക്കം ടു എക്സാം വൈ ലേണിംഗ് മീ ഡോക്ടർ ബാസിൽ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് വേണ്ടി പ്രത്യേകമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലാനർ വീഡിയോ ആണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കിനി ആനുവൽ എക്സാമിലേക്ക്, ബോർഡ് എക്സാമിലേക്ക് ഏതാനും ദിവസങ്ങൾ മാത്രമുള്ളത്. നമുക്ക് കൂട്ടി നോക്കിയാൽ ഏകദേശം 90 ഡേയ്സ് നമുക്ക് കിട്ടാൻ പോകുന്ന ദിവസം 90 ഡേയ്സ് ആയിരിക്കും. അപ്പോൾ ആ ദിവസങ്ങൾക്കുള്ളിൽ എങ്ങനെ നമുക്ക് ഏറ്റവും നന്നായി സ്കോർ ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും പിന്നെ പ്ലാൻ ചെയ്യുന്നുണ്ടാവും അല്ലേ, എല്ലാം ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ A1 എന്നുള്ള പ്ലാനൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അതിലേക്ക് ഇനി പറ്റുമോ, ആർക്കൊക്കെയാണ് പറ്റുക, ആ പറ്റുന്ന ആളുകൾക്ക് എങ്ങനെയാണ് പ്ലാൻ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പ്രധാനമായും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായി നമുക്ക് പറയാനുള്ളത് നവംബർ, ഡിസംബർ, ജനുവരി ഈ 3 മാസങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിൽ നമുക്ക് ഏകദേശം ഒരു 90 ഡേയ്സ് ഉണ്ട് എന്ന് പറയാമെങ്കിലും ആക്ച്വലി പ്രാക്ടിക്കലി നമുക്ക് ലഭിക്കുന്നത് ഏകദേശം ഒരു 75 ഡേയ്സ് ആയിരിക്കും. ബാക്കി 15 ദിവസം നമുക്ക് നിർബന്ധമായും റിവിഷന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. നമ്മൾ എത്ര തന്നെ പഠിച്ചാലും അവസാനം റിവൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് പ്ലാൻ ചെയ്ത് പഠിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ അവസാനത്തെ 15 ദിവസം നിങ്ങൾ ഏത് രൂപത്തിൽ പ്ലാൻ ചെയ്ത് പഠിക്കുകയാണെങ്കിലും, ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ് എല്ലാം തീർന്നവരാണെങ്കിലും അവസാനത്തെ 15 ദിവസം റിവിഷന് വേണ്ടി മാറ്റി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഖുദാഗവ, ഓക്കെ, എല്ലാം പോയി പോകും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു 15 ദിവസം മാറ്റി വെച്ചുകൊണ്ടുള്ള പ്ലാനിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. 75 ദിവസം. അപ്പോൾ ഈ 75 ദിവസത്തിന്റെ പ്ലാനിങ് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ പലതരത്തിലുള്ള കുട്ടികളുണ്ടാവും. ഓൾറെഡി പഠിത്തമൊക്കെ തുടങ്ങിയ ആളുകളുണ്ടാവും, അത്യാവശ്യമൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞ ആളുകളുണ്ടാവും, ഇതുവരെ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ലാത്ത ആളുകളുണ്ടാവും. ഇങ്ങനെയുള്ള ആളുകളിൽ ചില ആളുകൾക്ക് ഇനിയിപ്പോൾ പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ഇനി അവസാനത്തോട് ടെൻഷൻ കാരണം പ്രശ്നത്തിലാവുമോ എന്ന് വിചാരിക്കുന്നവർ, അങ്ങനെ പല ആളുകളും ഉണ്ടാവും. ഞാൻ പറയുന്ന ഏതാനും ചില കാര്യങ്ങൾ അത് കൃത്യമായി നിങ്ങൾ കേട്ട് നിങ്ങൾക്ക് പോസിബിൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ ബാക്കി കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഈസ് ഇറ്റ് പോസിബിൾ? നിങ്ങൾ എല്ലാവർക്കും ഉള്ള ചോദ്യമാണ്. എനിക്ക് ഒരു ഫുൾ A+ അല്ലെങ്കിൽ 90% എബോ അല്ലെങ്കിൽ 95% എബോ എന്ന് പറയുന്ന നമ്മളെല്ലാവരും ആസ്പയർ ചെയ്യുന്ന, നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാവരുടെയും ചോദ്യം. ഞാൻ പറയുന്നു യെസ്, നിങ്ങൾക്ക് പറ്റും. എപ്പോൾ? നിങ്ങൾ കുറച്ച് കാര്യങ്ങൾക്ക്, കുറച്ച് ചോദ്യങ്ങൾക്ക് ഞാൻ 3 ചോദ്യങ്ങളാക്കി അത് ചുരുക്കിയിട്ടുണ്ട്. ഈ 3 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരമുണ്ടെങ്കിൽ, യെസ് എന്ന ഉത്തരമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസിബിൾ ആണ്. ആ 3 ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, യെസ് ഓ നോ എന്നുള്ളത് നിങ്ങളുടെ മനസ്സിനോട് പറയണം. അത് യെസ് ആണെങ്കിൽ പോസിബിൾ ആണ്, ഇല്ലെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. എല്ലാ ശ്രദ്ധ മാറ്റുന്ന കാര്യം, അതായത് നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറ്റി വെച്ച് ഒഴിവാക്കിയിട്ട് പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ. ഇനി ഇതുവരെയുള്ള കാര്യമല്ല, ഇതുവരെയുള്ള കാര്യം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല കേട്ടോ. ഇവിടെ നിങ്ങൾ ഇതുവരെ എന്ത് ചെയ്തു, ഫുട്ബോൾ കളിച്ചോ, കലോത്സവത്തിന് പോയോ, അല്ലെങ്കിൽ ഉഴപ്പി നടന്നോ, ഇതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ മാത്രമാണ് കേട്ടോ ചോദ്യം. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് അത്രയും ആഗ്രഹത്തോടു കൂടി ബാക്കിയുള്ള ഡിസ്ട്രാക്ഷൻസ് എല്ലാം, ഫോണ്, ലാപ്പ്, ടാബ്, അതുപോലെ തന്നെ ഗെയിം, ഇൻസ്റ്റാഗ്രാം, പിന്നെന്താ സ്നാപ്ചാറ്റ്, ഇങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ടല്ലോ, ഇതൊക്കെ മാറ്റിവെച്ച് കംപ്ലീറ്റ്ലി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾ ഓക്കെ ആണോ? ഇത് മാത്രമാണ് ചോദ്യം. അത് നിങ്ങൾക്ക് പറ്റുമോ ഇല്ലേ, യെസ് ഓർ നോ നിങ്ങളുടെ മനസ്സിനോട് പറയാം. പറ്റുമെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം, ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ക്ലോസ് ചെയ്ത് പോകാം. ഓക്കെ, അടുത്തത്, സുഹൃത്തുക്കളിൽ നിന്നും കുടുംബ പരിപാടികളിൽ നിന്നും താൽക്കാലികമായി മാറി നിന്ന് ദിവസവും 3 to 4 മണിക്കൂർ 3 to 4 hours സ്വന്തമായി പഠിക്കാൻ, സെൽഫ് സ്റ്റഡിക്ക് നിങ്ങൾക്ക് സാധിക്കുമോ? അതായത് നമുക്ക് ഒരുപാട് കല്യാണം ഉണ്ടാവും, അതുപോലെ തന്നെ വീട്ടിൽ കൂടുതലുണ്ടാവും, അമ്മായിയുടെ ഏതെങ്കിലും വീട്ടിൽ എന്തെങ്കിലും പരിപാടികളൊക്കെ, ഇങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏതായാലും അത്തരം പരിപാടികളൊക്കെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട്, കംപ്ലീറ്റ് ഒന്നിനും പോകണ്ടെന്നല്ല, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ദിവസവും ഒരു 3 to 4 ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സെൽഫ് സ്റ്റഡിക്കുള്ള ഹവേഴ്സ്. 3 to 4 എന്ന് പറഞ്ഞാൽ 7 മണിക്ക് തുടങ്ങി 10 മണിക്ക് അവസാനിപ്പിക്കുക, അപ്പോൾ അത്യാവശ്യമൊക്കെ സമയമായി അല്ലെങ്കിൽ 3 മണിക്കൂറായി എന്ന് പറയുന്നതല്ല. 7 മണിക്ക് തുടങ്ങി 10 മണിക്ക് അവസാനിപ്പിക്കുന്നതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുക 1.5 മണിക്കൂറായിരിക്കും, അല്ലെങ്കിൽ 2 മണിക്കൂറായിരിക്കും പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെ പ്രൊഡക്റ്റീവ് ഹവേഴ്സ് ആണ് ഞാൻ പറയുന്നത്. ഒരു 3 to 4 hours അങ്ങനെ ഇരിക്കാൻ നിങ്ങൾക്ക് പോസിബിൾ ആണോ? അങ്ങനെ നിങ്ങൾ റെഡി ആണോ? ഇതാണ് ചോദ്യം. സെൽഫ് സ്റ്റഡിക്ക് വേണ്ടി ഇത്രയും മണിക്കൂർ ദിവസവും, ഇനി അങ്ങോട്ടുള്ള കാര്യം കേട്ടോ, ഇതുവരെ നിങ്ങൾ എന്തായാലും കുഴപ്പമില്ല, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അത് നിങ്ങൾക്ക് പോസിബിൾ ആണോ അല്ലേ? യെസ് ഓർ നോ. യെസ് ആണെങ്കിൽ അടുത്തയിലേക്ക് പോകാം, ഇല്ലെങ്കിൽ ക്ലോസ് ചെയ്ത് പോകാം. അടുത്തത്, നിങ്ങളുടെ 90% അല്ലെങ്കിൽ 95% എന്ന സ്വപ്നത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമാണോ? നിങ്ങളുടെ വൈ നിങ്ങൾക്ക് വ്യക്തമാണോ എന്നുള്ളതാണ്. എന്തിനാണ് പഠിക്കുന്നത് അല്ലേ? ആ ഒരു സംഭവം നിങ്ങൾക്ക് ഓക്കെ ആണോ? അല്ലെങ്കിൽ അത് നിങ്ങൾ അത്രയും ഡിറ്റർമിനേഷനോടുകൂടി നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നുണ്ടോ? എന്തിനാണ് ഞാൻ പഠിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ എനിക്ക് എന്തിന് ഫുൾ A+ വേണം, ഫുൾ A1 വേണം, അല്ലെങ്കിൽ എനിക്ക് എന്തിന് 90% എബോവ് വേണം എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടോ? ഉറപ്പില്ലെങ്കിൽ എന്താ വെച്ചാൽ ഇപ്പം ഈ വീഡിയോ കണ്ടിട്ട് ഒരു മോട്ടിവേഷനൊക്കെ കൊണ്ട് എന്തെങ്കിലും പഠിക്കാൻ തുടങ്ങും, പിന്നെ അത് അവസാനിച്ചു പോകും. അപ്പോൾ നിങ്ങൾക്കത് വളരെ ക്ലിയർ ആണോ? എൻ്റെ കരിയറിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്ന ഒരു വൈ വ്യക്തമാണോ? ആ വ്യക്തമാണെങ്കിലാണ് നമുക്കിത് തുടരാൻ പറ്റുക. ഈ 3നും യെസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം,
പ്ലാനിങ്ങിലേക്ക് പോകാം. യെസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടേതായ രൂപത്തിൽ എന്ത് ചെയ്യാം, തുടരാം. നമ്മുടെ ഈ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഈ 3 ക്വസ്റ്റ്യനും യെസ് പറയുന്ന ആളുകളോടുള്ളതാണ്. ഓക്കെ, ഇത് 3ഉം യെസ് ആണെങ്കിൽ ഞാൻ പറയുന്നത് ഇതുവരെ നിങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഇനി അങ്ങോട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് പഠിക്കാൻ കഴിയും. ഞാൻ പറയുന്നു 90% അല്ലെങ്കിൽ 95% നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ശരിയാണ്, വളരെ നേരത്തെ പിന്നെ നോട്ട് ഉണ്ടാക്കി റിവൈസ് ചെയ്ത് അങ്ങനെ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. പക്ഷെ ഞാൻ പറയട്ടെ, ഒരു 90% ഓഫ് ദ സ്റ്റുഡൻസ്, എക്സാം എഴുതുന്ന ഒരു 90 അല്ലെങ്കിൽ 80% ഓഫ് ദ സ്റ്റുഡൻസും നിങ്ങളെപ്പോലൊക്കെ തന്നെയാണ്. ആ നിലക്ക് അവസാനത്തോട്ട് മാത്രമല്ല, അല്ലെങ്കിൽ അവസാനത്തെ 3 മാസമൊക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. അങ്ങനെ അവസാനത്തെ 90 ഡേയ്സ് ഏറ്റവും പ്രൊഡക്റ്റീവ് ആക്കിയ ഒരുപാട് കുട്ടികൾ, നമ്മൾ ഒരുപാട് കാലമില്ലേ നമ്മൾ ഇങ്ങനെ ഈ പഠിപ്പിക്കലും അതുപോലെ തന്നെ കുട്ടികളെ കാണുന്നൊക്കെ, ഒരു അവസാനത്തെ 90 ഡേയ്സ് ഏറ്റവും പ്രൊഡക്റ്റീവ് ആക്കിയ പല കുട്ടികൾക്കും അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതായത് 90 or 95 എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് പോസിബിൾ. ആ പോസിബിൾ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ അതിന് റെഡി ആണെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ റെഡി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള പ്ലാനിങ്ങിലേക്ക് കടക്കാം. ആദ്യം നമ്മുടെ കയ്യിലുള്ള 1ാമത്തെ മാസം എടുക്കാം. നവംബറാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ നവംബറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്. ഈ മാസം നിങ്ങൾ കളഞ്ഞാൽ പിന്നെ ഒരു 60 ഡേ പ്ലാനായിട്ട് ഞാൻ വരുമല്ലോ കേട്ടോ. ഈ മാസമാണ് ഏറ്റവും പ്രധാനം. ഈ മാസം നിങ്ങൾ ഏറ്റവും കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ ബാക്കിയുള്ളതൊക്കെയാണ്. കാരണം ഡിസംബറൊക്കെ ആകുമ്പോൾ എല്ലാവരും പിന്നെ മനുഷ്യനും അത് പഠിച്ചു തുടങ്ങും. പക്ഷെ അതല്ല കാര്യം. ഈ നവംബർ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റിയാൽ, ഈ പറയുന്നത് പോലെ തീർക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഓക്കെ ആവും. ഇല്ലെങ്കിൽ കുറച്ച് പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ നവംബറിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 75% ഓഫ് ദ സിലബസ് കവർ ചെയ്യണം എന്നുള്ളതാണ്. 75% ഓഫ് ദ സിലബസ്. അപ്പം ആ 75% ഓഫ് ദ സിലബസ് എങ്ങനെയാണ് കവർ ചെയ്യുക? എന്താണ് ആ 75% ഓഫ് ദ സിലബസ് എന്ന് പറയുന്നത്? അതായത് നമ്മുടെ സിലബസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 10th സിലബസ് എല്ലാവർക്കും അറിയാം. അതിലുള്ള സയൻസിലും അതുപോലെ തന്നെ സോഷ്യലിലും ഓരോ ഭാഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. പ്രധാനമായിട്ടും സയൻസും സോഷ്യലൊക്കെ നമ്മൾ എടുക്കുക. അതിനെ നിങ്ങൾ ആ ചാപ്റ്റേഴ്സിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഏതാണ് 3? റെഡ്, യെല്ലോ, ഗ്രീൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഏരിയാസ് ആക്കി ഡിവൈഡ് ചെയ്യുക. എങ്ങനെയാണ് ഈ റെഡ്, യെല്ലോ, ഗ്രീൻ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുക? ഒന്നാമത്തത്, റെഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന, നമ്മുടെ എക്സാം പേപ്പറൊക്കെ നിങ്ങൾ ഓൾറെഡി നോക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അത് നോക്കണം. കഴിഞ്ഞ വർഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഓൾറെഡി നമുക്ക് അറിയാലോ ഏറ്റവും പ്രധാനമായും ചോദ്യങ്ങൾ വരുന്ന ചാപ്റ്റേഴ്സ് ഏതാണ്, അത് ലിസ്റ്റ് ചെയ്ത് ആ റെഡ് എന്ന് പറയുന്നിടത്ത് വരുന്ന ചാപ്റ്ററിൽ വരുന്ന ഭാഗങ്ങൾ നിർബന്ധമായിട്ടും നവംബറിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതായിരിക്കും ഏറ്റവും പ്രധാനം. ഓക്കെ, സയൻസിലും സോഷ്യലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളിലൊക്കെ ഉള്ള റെഡ് ചാപ്റ്റേഴ്സ് നവംബറിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ബാക്കിയുള്ളത് യെലോവും ഗ്രീനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും. യെല്ലോ അത്യാവശ്യം പിന്നെ റെഡിൻ്റെ അവസ്ഥയിലേക്ക് എത്താത്തതായിരിക്കും. അപ്പോൾ എനിവേ ഞാൻ പറയുന്നത് ഒരു 75% ഓഫ് ദി സിലബസ് നവംബറിൽ കവർ ചെയ്ത് ഈ റെഡ് ചാപ്റ്റേഴ്സ് എല്ലാം നമുക്ക് വളരെ തറവായി നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസംബറിൽ ബാക്കിയുള്ളതും കൂടി തീർത്ത് ജനുവരി ആകുമ്പോഴേക്ക് ഏറ്റവും നല്ല അവസ്ഥയിൽ റിവിഷനിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പഠിച്ച് തുടങ്ങേണ്ടത്? ഇപ്പോൾ നിങ്ങൾ ഫ്രം 0 ആണെങ്കിൽ കൂടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഡിവിഷൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് റെഡ് ചാപ്റ്റേഴ്സ് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് ചിലപ്പം തീരെ റെഡി അല്ലാത്ത ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ റെഡിലായിരിക്കും ഉണ്ടാവുക. ആ റെഡ് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടുന്ന, ഈ നവംബറിൽ ചെയ്യേണ്ടുന്ന കാര്യം. അപ്പം അതിൽ ഈ തുടങ്ങുമ്പോഴുള്ളൊരു വിഷയം എന്താ വെച്ചാൽ, നമ്മൾ പിന്നെ ഇപ്പോൾ ഈ വീഡിയോ കണ്ട് ഇന്നത്തെ ദിവസം ഇന്ന് തുടങ്ങുക എന്ന് പറയുന്നതും എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. അതായത് ഫസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഇങ്ങനെ വളരെ ഡിറ്റർമിനേഷനോടുകൂടി നേരത്തെയുള്ള ചോദ്യങ്ങളിലൊക്കെ യെസ് പറഞ്ഞ് നമ്മൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് അത് നമ്മൾ പിന്നെ ആ ഒരു പിന്നെ കടമ്പ നമ്മൾ കടന്നു കഴിഞ്ഞാൽ പിന്നെ കുറേയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പാറ്റേണിൽ തുടരാൻ പറ്റും. ആ ഫസ്റ്റ് വീക്ക് എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് വീക്കിൽ നിങ്ങൾ ഇന്ന് തുടങ്ങുകയാണെങ്കിൽ അടുത്ത ഈ ദിവസം വരേക്കുള്ള 7 ദിവസത്തേക്കുള്ള 1 വീക്കിലേക്കുള്ള പ്ലാന് വളരെ കൃത്യമായിരിക്കണം. അത് നിങ്ങൾ എന്ത് വില കൊടുത്തും അത് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീക്കിൽ ഇന്ന് തുടങ്ങിയിട്ട് ഇന്നാവണ്ട നാളെ ആവാം എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ പിന്നെ ഇന്നത്തെ ടോപ്പിക്സ് അത് ഇന്ന് പ്ലാൻ ചെയ്ത് അത്ര വേണ്ട, ഇതിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, തുടങ്ങിയിട്ട് ഒരു കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ ആവാം, അവസാനത്തോട്ടേക്കൊക്കെ റെഡി ആവാം എന്ന് വിചാരിച്ചാൽ നടക്കൂല. ഞാൻ പറയുന്നു, അത് നടക്കൂല. ഫസ്റ്റ് വീക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് വീക്ക് ആസ് പെർ ദ പ്ലാൻ തന്നെ പോയിരിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഫസ്റ്റ് വീക്ക് സ്ട്രാറ്റജി വളരെ ക്ലിയർ ആയിട്ട് ചെയ്യണം. അതിൽ ഈ ഫസ്റ്റ് വീക്ക് സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? അതിൽ പിന്നെ ആ ഒരു വീക്ക് നിങ്ങൾ സർവൈവ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും,
ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു 90% ഓക്കെ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് വീക്ക് സർവൈവ് ചെയ്യുക എന്നുള്ളതായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ഫസ്റ്റ് വീക്ക് സർവൈവ് ചെയ്യാൻ, ഇത് ഫസ്റ്റ് വീക്കിൽ മാത്രമല്ല എല്ലാ വീക്കിലും വേണ്ട കാര്യമാണ്. ഫസ്റ്റ് വീക്കിൽ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്, രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ ഓൾറെഡി റെഡും യെലോവും ഗ്രീനൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടോ, ആ റെഡിൽ ഇന്നത്തെ ദിവസം ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന ഇന്നത്തെ 4 hours ഞാൻ ഏതൊക്കെ ഭാഗങ്ങളാണ് കവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് എഴുതി വെക്കണം. എഴുന്നേറ്റ ഉടനെ, രാവിലെ തന്നെ പഠിച്ചു തുടങ്ങുകയാണെങ്കിലും എഴുന്നേറ്റ ഉടനെ തന്നെ, രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും എപ്പോഴാണോ നിങ്ങൾ പഠിക്കുന്നത് ആ ഏത് സമയത്ത് പഠിക്കുകയാണെങ്കിലും രാവിലെ എഴുന്നേറ്റ ഉടനെ ഇന്നത്തെ പ്ലാന് പ്രത്യേകം ഒരു ഷീറ്റിൽ എന്ത് ചെയ്യണം, ഒരു പ്ലാനറിൽ നിങ്ങൾ എഴുതി വെച്ചിരിക്കണം. ഇന്നത്തെ ദിവസം 4 മണിക്കൂർ എന്തൊക്കെയാണ് ഞാൻ പഠിച്ചു തീർക്കാൻ പോകുന്നത് എന്നുള്ളത് എഴുതി വെച്ച് അവസാനം കിടക്കുന്ന സമയത്ത് ഏതൊക്കെ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് ടിക്ക് ചെയ്യണം. ആ ടിക്ക് ചെയ്യുന്നതിൽ കംപ്ലീറ്റ്ലി തീർക്കുക എന്നതായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഫസ്റ്റ് വീക്കിൽ പ്രത്യേകിച്ചും ആ രാവിലെ എഴുതി വെച്ച ടോപ്പിക്സ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ കിടക്കേണ്ടത്. ചില ദിവസങ്ങളിൽ ചെറുതായിട്ടൊരു അൺപ്രൊഡക്റ്റീവ് ഒക്കെ ആയി പോകും, മനുഷ്യന്മാരല്ലേ അല്ലേ, ചെറിയൊരു ലേസിനെസ് ഒക്കെ സംഭവിച്ചു പോകാന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ അതിന് നമ്മൾ വല്ലാതെ വഴങ്ങി കൊടുക്കരുത്. ശരിയാണ്, എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല. ചില ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് മോട്ടിവേഷൻ കൂടുതലുണ്ടാവും, അത് നമ്മൾ എക്സ്ട്രാ കവർ ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ പരമാവധി ടു ദ പ്ലാൻ നമ്മൾ എന്ത് ചെയ്യുക, അബൈഡ് ചെയ്ത് പോവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അങ്ങനെ ടിക്ക് ചെയ്ത് തന്നെ നെക്സ്റ്റ് ദിവസവും അത് വീണ്ടും ലിസ്റ്റ് ചെയ്യുന്നു, ടിക്ക് ചെയ്യുന്നു, വീണ്ടും ലിസ്റ്റ് ചെയ്യുന്നു, ടിക്ക് ചെയ്യുന്നു. അങ്ങനെ തന്നെ ഫസ്റ്റ് വീക്ക് പ്രത്യേകിച്ചും അതിനുശേഷമുള്ള വീക്കുകളിൽ എല്ലാ ദിവസവും ഇതൊരു നമ്മുടെ റൂട്ടീനാക്കി കൊണ്ടുപോവുക എന്നുള്ളതാണ്. പിന്നെ സ്റ്റഡി റൂട്ടീൻ എങ്ങനെയായിരിക്കണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോ ചാപ്റ്റർ എടുക്കുമ്പോഴും ആ ചാപ്റ്ററിൻ്റെ സമ്മറി നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് പല പേരുകളിലും ഭയങ്കര രസമുള്ള പേരുകളിലൊക്കെ ചാപ്റ്റർ ഉണ്ടാവും. പക്ഷെ എന്താണ് ആ ചാപ്റ്ററിൻ്റെ മൊത്തം കണ്ടന്റ് അല്ലേ? ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ജെനറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുക്കുമ്പോൾ ഇതിൽ എന്തൊക്കെയാണുള്ളത്, മെൻ്റൽ എക്സ്പെരിമെൻ്റ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ക്രോസിംഗ് ഉണ്ട്, അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ലിസ്റ്റിംഗ് ഉണ്ടാവില്ലേ? ആ ലിസ്റ്റിംഗ് അല്ലെങ്കിൽ ആ സംഭവം നമുക്ക് ക്ലിയർ ആണ്. അതിന് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ഇപ്പോൾ എക്സാം വൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മൈൻഡ് മാപ്പ്, അതായത് എക്സാം വൈ റിവിഷൻ ലെൻസസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ കോണ്ടന്റ് ഉണ്ട്. അതിൽ മൊത്തത്തിൽ ആ ചാപ്റ്ററിൽ എന്തൊക്കെയാണുള്ളത് എന്നുള്ള മൊത്തം കാര്യം ഉണ്ടാവും. അതിൻ്റെ PDF ഉണ്ടാവും, അത് നമ്മൾക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് ആ ചാപ്റ്റർ മൊത്തം നമ്മുടെ മനസ്സിൽ ആദ്യം ഒരു മൈൻഡ് മാപ്പ് വേണം, അല്ലെങ്കിൽ ആദ്യം മൊത്തത്തിലൊരു കാര്യം വേണം. അത് അതിനുശേഷമായിരിക്കണം നമ്മൾ മൊത്തം ഡീറ്റെയിലേക്ക് പോകേണ്ടത്. അതിൽ നോട്ട്സ് എഴുതുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട്സ് എഴുതുമ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നോട്ട്സ് എഴുതുമ്പോൾ എല്ലാ കാര്യങ്ങളും ടെക്സ്റ്റ് ബുക്ക് അതേമാതിരി വേറൊരു ടെക്സ്റ്റ് ബുക്ക് എഴുതി വെക്കുക എന്നുള്ളതല്ല നമ്മുടെ നോട്ട് മേക്കിംഗ് എന്ന് പറയുന്നത്. ആക്റ്റീവ് നോട്ട് മേക്കിംഗ് നമ്മൾ ചെയ്യണം. അതായത് എന്താ പറയുക, ദിസ് ക്രോസ് ടു ദിസ് എന്നിട്ട് ഡാഷ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോട്ട് അങ്ങനെ എഴുതാം. അതായത് ക്യാപിറ്റൽ R സ്മോൾ r, ക്യാപിറ്റൽ Y സ്മോൾ y, ക്രോസസ് വിത്ത് സ്മോൾ r സ്മോൾ r, സ്മോൾ y ഡാഷ്. നമ്മൾ അതേപടി നോട്ട് എഴുതുന്നതിന് പകരം നമുക്കത് ഇനി രണ്ടാമതൊരു നോട്ട് എഴുതുമ്പം അതൊന്ന് ചിന്തിക്കുന്ന രൂപത്തിൽ, നമ്മുടെ ബ്രെയിൻ ഒന്ന് വർക്ക് ചെയ്യുന്ന രൂപത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് നോട്ട് ചെയ്യാം. അങ്ങനെയുള്ള ആക്റ്റീവ് നോട്ട് മേക്കിംഗ് ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നോട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നപ്പോഴാണ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യുമ്പോഴാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതിലുള്ള ഭാഗങ്ങൾ, ഈ ജെനറ്റിക്സിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി ആ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നല്ല മാർക്സിന് വരുന്ന ചോദ്യങ്ങളൊക്കെ കുറച്ചും കൂടി തറവാക്കി പഠിച്ച് അങ്ങനെ വേണം ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതായത് ആദ്യം നമ്മളൊരു മൈൻഡ് മാപ്പ് അല്ലെങ്കിൽ അത് മൊത്തത്തിലൊരു സമ്മറി മനസ്സിലാക്കണം. അതിനുശേഷം അതിൻ്റെ ഡീറ്റെയിലേക്ക് പോയി എല്ലാ കാര്യങ്ങളും ഒരു ആക്റ്റീവ് നോട്ട് മേക്കിംഗ് നടത്തണം. അതിനുശേഷം ക്വസ്റ്റ്യൻസിലേക്ക് പോകണം. ഇങ്ങനെ വേണം. ഇതില്ലാതെ എങ്ങനെയെങ്കിലൊക്കെ എന്തായാലും ഇന്ന് ഇത്ര 4 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, എങ്ങനെയെങ്കിലൊക്കെ 4 ചാപ്റ്റർ ഓടിച്ചു പോകുക എന്നുള്ളതല്ല. ഈ ഒരു സ്ട്രക്ചേർഡ് ആയി തന്നെ നമ്മൾ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ പഠിച്ച് പോകുന്നവർക്കുള്ള കാര്യമാട്ടോ ഞാൻ പറഞ്ഞത് 90% ഉറപ്പ് തരാമെന്നുള്ളത്. പിന്നെ നമ്മൾ ഡിസംബറിലേക്ക് എത്തുന്നു. ബാക്കിയുള്ള 25% ഓഫ് ദ സിലബസ് ഡിസംബറിലാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഡിസംബറിൽ നമുക്ക് ചെയ്യാനുള്ളത് ബാക്കി ഈ യെല്ലോ ഗ്രീൻ ആ ഒരു ഭാഗങ്ങളിൽ, ഗ്രീന് ഭാഗങ്ങളാണ്. പിന്നെ റെഡും യെല്ലോ ഒക്കെ കുറേയൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നവംബറിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഗ്രീൻ ഭാഗങ്ങളായിരിക്കും കൂടുതലായിട്ടും ഡിസംബറിലുണ്ടാവും. അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ആ ഗ്രീൻ ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് നവംബർ ടോപ്പിക്സ് റിവൈസ് ചെയ്യുക എന്നുള്ളത്. നവംബർ ടോപ്പിക്സ് റിവൈസും ചെയ്യണം, അതേപോലെ ഈ ഡിസംബർ ടോപ്പിക്സ് പഠിക്കുകയും വേണം. ഇതാണ് ഡിസംബറിലുള്ള പണി. അപ്പോൾ ഇതിൽ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ പ്ലാനറിൽ അത് വേണം. ഡെയിലി പ്ലാനറിൽ, അതായത് ഇന്ന് 2 ചാപ്റ്റർ പുതുതായി പഠിക്കുന്നു, 3 നവംബർ ടോപ്പിക്സ് റിവൈസ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? ആ ആക്റ്റീവ് നോട്ട് വെച്ചിട്ട് തന്നെ നമുക്ക് റിവൈസ് ചെയ്യാം. എവിടെയെങ്കിലും നോട്ട് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകണം. അങ്ങനെയുള്ള രൂപത്തിൽ, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. ഇങ്ങനെയുള്ള രൂപത്തിൽ വേണം ഡിസംബർ നമ്മൾ ഉപയോഗിക്കുക.
ഓക്കെ, അപ്പോൾ ആ രൂപത്തിൽ ഡിസംബർ ഉപയോഗിക്കുക. പിന്നെ ജനുവരി ആകുമ്പോഴേക്ക് നമ്മൾ നിർബന്ധമായിട്ടും 4 അല്ലെങ്കിൽ 4+ ഹവേഴ്സിലേക്ക് നമ്മൾ മാറണം. കാരണം ഏറ്റവും അവസാനത്തെ ലാപ്പാണ്. അതിൽ ഡിസംബറിലെ 15 ദിവസം മാത്രമാണ്, ജനുവരിയിലെ 15 ദിവസം മാത്രമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ പിന്നെ ആ 15 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അവസാനത്തെ 15 ദിവസം എന്ന് പറയുന്നത് കംപ്ലീറ്റ് റിവിഷൻ ഉള്ളതാണ്. ആ കംപ്ലീറ്റ് റിവിഷൻ ഷെഡ്യൂൾ ആക്കണം. അപ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലുള്ള വീഡിയോസുമായിട്ട് റിവിഷൻ ഷെഡ്യൂളുകളുമായിട്ട് നമ്മൾ വരും. അപ്പോൾ ഏതായാലും ജനുവരി 15 ദിവസമാണ് നമുക്കുള്ളത്. ആ 15 ദിവസങ്ങളിൽ തന്നെ നമ്മൾ സാമ്പിൾ പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എക്സാം എഴുതുക എന്നുള്ളതും ഈസ് എ പാർട്ട് ഓഫ് സ്റ്റഡി. ഓക്കെ, നമ്മുടെ ലേണിംഗ് പ്രോസസ്സിൻ്റെ ഭാഗം തന്നെയാണ് എക്സാം എഴുതുക അല്ലെങ്കിൽ പേപ്പേഴ്സ് സോൾവ് ചെയ്യുക എന്നുള്ളതും. അല്ലാതെ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടല്ല എക്സാം പേപ്പേഴ്സ് സോൾവ് ചെയ്യേണ്ടത്. ആ സോൾവ് ചെയ്യുക എന്നുള്ളതും എന്താണ്, ഈ പാർട്ട് ഓഫ് ലേണിംഗ് ആണ്. അത് നമ്മൾ ചെയ്യണം നിർബന്ധമായിട്ടും. അതേപോലെ തന്നെ ആൻസർ എഴുതി തന്നെ പഠിക്കുക. അതായത് ഈ ക്വസ്റ്റ്യൻ കിട്ടുന്ന ഇതെനിക്ക് എഴുതാൻ പറ്റും എന്ന് പറയല്ല, മറിച്ച് ഓരോന്നും എഴുതി തന്നെ നോക്കുക. ഒരു 2 മാർക്കിൻ്റെതാണെങ്കിൽ ഒരു ചെറിയൊരു പിന്നെ പാരഗ്രാഫ് എങ്കിലും എഴുതാൻ പറ്റുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ആ രൂപത്തിൽ വേണം നമ്മൾ ചെയ്യാൻ. അതേപോലെ തന്നെ വീക്ക് സബ്ജക്റ്റുകൾ, അപ്പോഴേക്ക് നമുക്ക് ജനുവരിയൊക്കെ ആകുമ്പോഴേക്ക് നമുക്ക് ഓൾറെഡി നവംബർ ഡിസംബറിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുമല്ല. അതിലുള്ള വീക്കായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് അത്ര ഉറപ്പില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കൂടുതൽ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്തരത്തിൽ വേണം നമ്മൾ പോകാൻ. അപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, എല്ലാ ദിവസവും നമ്മൾ ഈ പറഞ്ഞ 75 ഡേ പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കില്ല. ചില ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും, ചില ദിവസങ്ങളിൽ നമ്മൾ കുറച്ചൊന്ന് ഡൗൺ ആയിരിക്കും. അതൊക്കെ ഇറ്റ് ഈസ് ക്വൈറ്റ് നോർമൽ എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാലും നമ്മൾ പരമാവധി നമ്മുടെ മാക്സിമം എഫേർട്ട് നമ്മൾ ഇടുക എന്നുള്ളതാണ്. അതിൽ പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ 6 മണിക്ക് പഠിക്കാൻ തുടങ്ങാൻ വിചാരിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ 6:10 ആയിട്ടുണ്ട്, അല്ലെങ്കിൽ 6:05 ആയിട്ടുണ്ട്. ഇനി എന്തായാലും 6:30ക്ക് തുടങ്ങാം. അങ്ങനെ ഒരു പരിപാടിയില്ല. ഓരോ മിനിറ്റും അല്ലെങ്കിൽ ഓരോ 5 മിനിറ്റ്സും അല്ലെങ്കിൽ ഓരോ 10 മിനിറ്റ്സും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എപ്പോഴാണോ നമുക്ക് കംപ്ലീറ്റ്ലി മൈൻഡ് ഓക്കെ ആണ് ആ സമയം മുതൽ തന്നെ തുടങ്ങണം. അല്ലാതെ പിന്നേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി വെക്കുന്ന ഒരു കാര്യം ഉണ്ടാവരുത്. അതേപോലെ തന്നെ യു ആർ നോട്ട് അലോൺ. നിങ്ങൾ മാത്രമല്ല ഇങ്ങനെ പഠിക്കുന്നത്, അല്ലേ? പല ആളുകൾക്കും ഈ രൂപത്തിലുള്ള അവസാനത്തേക്ക് മാറ്റി വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഒരു 80% അല്ലെങ്കിൽ 90% സ്റ്റുഡൻസും നിങ്ങളെപ്പോലൊക്കെ തന്നെ ആയിരിക്കും. അവരൊക്കെ തന്നെയാണ് ഇങ്ങനെ ഈ രൂപത്തിൽ എഫക്റ്റീവായിട്ട് പഠിച്ച ആളുകൾക്കാണ് നല്ല മാർക്സ് കിട്ടുന്നതും. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇറ്റ് ഈസ് പോസിബിൾ. നിങ്ങൾ വിചാരിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആ 3 യെസ് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ, നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ നന്നായി പഠിക്കുക. അതിൻ്റെ ഒരു ഔട്ട്ലൈനാണ്, പ്ലാനിങ്ങിൻ്റെ ഒരു ഔട്ട്ലൈനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിലൊക്കെ നമുക്ക് ചെയ്യാം. ഓരോ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടും മറ്റു കാര്യങ്ങളും റിവിഷൻ ഷെഡ്യൂളുകളും എങ്ങനെ പഠിക്കണം എന്നുള്ളതുമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോകളിലും ഇനി വരുന്ന വീഡിയോകളിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഏതായാലും പൂർണ്ണമായ മനസ്സോടുകൂടി മനസ്സിൽ ഉറപ്പിക്കുക, എന്നെക്കൊണ്ട് സാധിക്കും. ഈ 3 മാസമല്ലേ, ഇത്രയും കാലം നമ്മൾ എന്തൊക്കെ കളിച്ചും ചിരിച്ചും അങ്ങനെയൊക്കെ നടന്നു. ഈ 3 മാസം, ഈ 90 ഡേയ്സ് നിങ്ങൾക്ക് നന്നായി ചിലവഴിക്കാൻ പറ്റൂലേ? ഞാൻ പറയുന്നു പറ്റും. നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ നമ്മളൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക, അല്ലേ? നമ്മൾ എപ്പോഴും എല്ലാവരെയും പോലെ ഇങ്ങനെ ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ നീന്താൻ കാര്യമായ ഒരു എഫേർട്ടും വേണ്ട. അതൊരു ഹീറോയിസം അല്ല, അല്ലേ? എപ്പോഴാണ് ഹീറോയിസം ആകുന്നത്? നമുക്ക് ചിലപ്പം ഒന്ന് ലേസിയായി ഇരിക്കാനും അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പഠിക്കേണ്ടെന്നൊക്കെ വിചാരിച്ച് അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ആ തോന്നലിനൊക്കെ മാറ്റി വെച്ച് ആ തോന്നലിനോട് ഫൈറ്റ് ചെയ്ത് എനിക്ക് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണം, എത്താൻ ഞാൻ എന്ത് ചെയ്തും ഞാൻ ഈ പറഞ്ഞ 4 hours അല്ലെങ്കിൽ 3.5 hours ഒരു ദിവസമുള്ള എൻ്റെ പ്ലാൻ അത് കംപ്ലീറ്റ് ചെയ്തിരിക്കും. അതിൻ്റെ പേരിൽ ഞാൻ വിചാരിച്ച ഒരു എൻ്റർടൈൻമെൻറ്റ് ഞാൻ മാറ്റി വെച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞാനൊരു ഫംഗ്ഷൻ ഒഴിവാക്കിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്താലും കുഴപ്പമില്ല, ഞാനത് ചെയ്തിരിക്കും എന്ന് പറയുന്നിടത്താണ് ഹീറോയിസം ഉള്ളത്, അല്ലേ? നമുക്കത് പറ്റും, നമുക്ക് എല്ലാവർക്കും അത് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ഈ സമയം മുതൽ നിങ്ങൾ തുടങ്ങണം. അതുമാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും നമ്മൾ ലേറ്റ് ആക്കിയാൽ പിന്നെ എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നന്നായി എഫേർട്ട് ഇട്ടുകൊണ്ട് തന്നെ ഇത് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. എല്ലാവരും നന്നായി പ്ലാൻ ചെയ്യുക. ഈ പ്ലാനിനനുസരിച്ച് കൊണ്ട് തന്നെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.